എന്നാ ടീച്ചറെ വടി വടി വന്നല്ല. ഇനി ഇവിടെ പോരാട്ടം നടക്കാൻ പോകുന്നു. കണ്ടോ കണ്ടോ. ആ എഴുതി വർഗീസ കൈനട്ടോ കൈനട്ട്. നീ കൊറേ സമയമായല്ലോ മാത്സ് എടുത്ത് വെക്കുന്നേ. മാത്സ് എനിക്ക് പറ്റൂടെ. കൈനട്ട് കാണിച്ചരാ. കൈനട്ട് എന്ത് വേണ്ടെന്ന് നീ പറയുന്നത്? ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്തില്ല. എന്തെങ്കിലും ചെയ്യാ കളർ അടിക്കാൻ പറഞ്ഞാൽ കളർ അടിക്കില്ല. ഒരു ഒരു എന്താ പറയാ, ഇതിപ്പോ ഒരു 3 പ്രാവശ്യം എഴുതേണ്ട ഒരു 2 വേർഡ്സ് വെച്ചാൽ 3 പ്രാവശ്യം അതുപോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഒരു ഈ ക്ലാസ് കിടന്ന് മാറ്റി സ്പെല്ലിങ് പോലും നിനക്കറിയാവോ? അറിയാവോ? നിനക്കറിയാവോ? പിന്നെ ഞാൻ എന്തിനാ അടിക്കണോ? ഒരു കാര്യം പറയണ്ട എനിക്ക്. പിന്നെയില്ലേ, നിന്നെ പോലത്തെ കുട്ടികളൊന്നല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടത്തെ എല്ലാരും അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളും നല്ല സ്വഭാവത്തിലേക്കുന്നത്. നിന്നെ പോലെയൊന്നല്ല. അവന്റെ കോമാളി പിടിച്ച ഹെയർ സ്റ്റൈലും അപ്പുറത്തെ പെണ്ണുമ്പിള്ളാരെ നോക്കലും ബോയ്സ് പോലും നല്ല സ്വഭാവ. ആ സ്വഭാവം ഈ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഉണ്ടോ? കൈനട്ടാ പഠിക്കുന്ന സന്തോഷിച്ചിരിക്കുക. ആ അവിടെ ഇരി. എന്റെ മേലെ തവർത്തിക്കരുത്. എത്ര ഹോംവർക്ക് എന്നാൽ ഞാൻ മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സിനും അവർ എത്ര ഹോംവർക്ക് നല്ല ചെയ്തിട്ട് വന്നോളെ. ഇനി നമ്മൾ പാടത്തിലോട്ടേക്ക് കടക്കാല. ഓക്കെ വാ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞ അത് ഞാൻ ചോദിക്കാത്ത. എന്താ പിന്നീട് കളിക്കുന്നേ? എന്താ തുറന്നു പറ. അവരൊന്നും പറയുന്നൊക്കെണ്ടാ. എടി മാറി നീ എന്തിനാ ഇവിടെ ചെവിക്ക് പറഞ്ഞു കൊടുത്തേ? ഒന്നുമില്ല ടീച്ചറെ. ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. നീ പറ മോളെ നല്ല മോളാ. എനിക്ക് ഞാൻ എക്സാമിന് കൂട്ടിയിട്ട് പറഞ്ഞുതരാമല്ലോ. അവളെങ്കിലും കൂടെ പറഞ്ഞു കൊടുത്തു. മര്യാദക്ക് പറയുന്ന കൊച്ചാ. മോള് പറയണം. പിന്നെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് പറയാ ഹോംവർക്കുള്ള കാര്യം പറയണ്ട, മറന്നോട്ടെ ടീച്ചർ എന്ന് പറഞ്ഞു. ഇതാ ഹോംവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ഇത് നോട്ടിൽ ഇത് എടുക്കാൻ പറഞ്ഞു. ഞാൻ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ടീച്ചറെ. അതേ വിളിക്കുന്ന നേരം എന്റെ ചെവി പറഞ്ഞേ. ഞാൻ ടീച്ചറെ ഇരിക്കുന്നില്ല. ഞാൻ കേൾക്കില്ല. അവര് ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ വെറുതെ ആന്ന് പറയും, മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഓഹോ, അപ്പൊ അതാണ് പറഞ്ഞോട്. അടി വേണോ മോളെ? വേണ്ട. എന്നാലും ഇങ്ങോട്ട് അവിടെ മേലെ ഇങ്ങനെ പറഞ്ഞ കൊല്ലിനെ കയ്യിലിരിക്കുന്നു. പാട്ടെടുക്കാം. സമയം കുറെ ഇതിന്റെ ചൊറ കാരണം. മോളെ ഹോംവർക്ക് ചെയ്യാൻ നോക്കാം. ഇതല്ലായിരുന്നോ? അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടോ ഹോംവർക്ക്? ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ചെയ്തിട്ടില്ലേ? ഓക്കെ, ഓരോരുത്തരായിട്ട് കാണിക്കാം. അല്ല, ഹോംവർക്ക് ചെയ്യാത്തവരെ ഈ ക്ലാസ്സിൽ നിൽക്കണം. ഹോംവർക്ക് ചെയ്യാത്തവരെ എനിക്ക് വേണേക്കോ ഒരു എക്സ്ക്യൂസ് ഇല്ല. ഞാൻ എങ്ങാനും ഹോംവർക്ക് ചെയ്തില്ലെന്ന് കണ്ടാലേ വെറുതെ ഇരിക്കുന്നതാണ്. ടീച്ചർ ഞാൻ പഠിക്കണം എല്ലാത്തിനും കേട്ടോ. എനിക്ക് ഹോംവർക്ക് ചെയ്യാത്ത എനിക്ക് വേണ്ടിട്ടൊന്നും പറയണേ. ഒരു എക്സ്ക്യൂസിൽ എടുക്കും. പ്രശ്നമില്ല. കുറെ പേരുണ്ടാവും. ഒരു പേരാണെങ്കിൽ ഒരു പേര്, കുറെ പേരാണെങ്കിൽ കുറെ പേര്. എനിക്ക് വേഗം AVP വർഗീസും നമുക്ക് എപ്പോഴേ തോന്നി പ്രത്യേക ഇതാക്കും. അതെന്താ ഒരു അഴിഞ്ഞ ചിരി. എന്റെ പപ്പ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരും. അതാ. ഓ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമല്ലേ? ഓക്കെ. നിന്റെ പപ്പ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് മാത്രമേ അവിടെ. നീ എന്താ ചെയ്യാൻ? മറന്നുപോയി. അതെപ്പോഴും നടന്നിരിക്കും. അടി വേണോ? ഈ പ്രാവശ്യം മാത്രമേ ഒരിക്കലും വിടില്ല കേട്ടോ. അയ്യോ, പിന്നെ നോട്ട് ചെക്ക് ചെയ്യാത്തവർ കുറേ ഉണ്ടല്ലോ. നോട്ട് ഓരോന്നില്ല. ഞാൻ വന്നു. AVP വർക്കിന്റെ തന്നോട് ഹോംവർക്ക് ചെയ്ത് ഞാൻ ഒരു വാങ്ങുന്നു പറഞ്ഞില്ല. ഇതിനൊക്കെ എന്തോ ചെയ്യണ്ടേ. ഞാൻ വാങ്ങുന്നു പറഞ്ഞില്ലേ. താത്ത
ഞാൻ പോടെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നൽകണം. നാളെ പിന്നെയില്ലേ ഹോംവർക്ക് ഞാൻ നാളെ നോക്കാം കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അവിടെ നമ്മളെ പാടത്തിലോട്ട് നടക്കാണ്. കയ്യൊന്നും ഇല്ല മക്കളെ, വയസ്സൊക്കെ ആയില്ലേ. കണ്ണടയൊക്കെ അങ്ങ് ആകപ്പോയി. ഇതെന്ത് കഷ്ട. കുപ്പായത്തിന് കണ്ണെന്നെ ഇതാക്കണ്ടത്. പാടൊക്കെ എടുക്കാൻ വയ്യ. ഇപ്പൊ ക്ലിയർ ആയിട്ടോ. അപ്പൊ നമ്മളെ പാടത്തിലോട്ടൊക്കെ കിടക്കാല്ലേ. അപ്പൊ നമ്മളെ വിഷയം ഇതേതാ, ഞാൻ ഏതോ വിഷയത്തിൽ എടുത്തിട്ട് പറഞ്ഞു മക്കളെ. എനിക്കറിയാം ഇതേതാ, മലയാളം തന്നെയാണോ മക്കളെ? ഞാൻ എടുക്കുന്ന സബ്ജക്ട് ഏതാ? മലയാളല്ലേ. ഞാനേതെടുത്തത്? ഏതാ കണ്ണും കാണുന്നില്ല മക്കളെ. ഇതെന്താ നോക്കിയ? ഹിന്ദിയാ? ഹിന്ദി എടുത്തിട്ടാണ് അല്ലേ? വെറുതെ ഇല്ല. ടീച്ചറെ ഇത് ഞാനായിരുന്നു എടുത്തേ. എന്ത് മലയാളം ഇതാ. സോറി. മലയാളം തന്നെയാ. കണ്ണു കാണിച്ചു. മലയാളം തന്നെയാണോ? ആണല്ലേ. അല്ലേ. എന്നോട് പാടത്തിലോട്ടേ കിടക്കാം. പാടം എടുക്കാൻ വയ്യ മക്കളെ, വയസ്സൊക്കെ ആയില്ലേ. പാടൊന്നും എടുക്കാൻ കഴിയത്തില്ല. കാലം കലക്കില്ല. പിങ്കി ചേച്ചി നമ്മളെ ഒരേ കന്നഡയാണല്ലേ. സെയിം അല്ല, നമ്മള് ഒരേ കന്നഡ. ടീച്ചർ അതേതാ ഇതെന്താ ടീച്ചർ അല്ലേ. പാടത്തിലോട്ടെ കടക്കാം വയ്യാന്ന്. ഇതൊക്കെ ചെയ്യാനായിരിക്കും സമയത്ത്. അപ്പൊ എല്ലാവരും പാടം എടുക്ക. എവിടെ എത്തി മക്കളെ? പിങ്കി പോണേ ഒന്ന് പറഞ്ഞോളെ. പിങ്കി ഒന്ന് പറഞ്ഞു. എവിടെ എത്തി? ഞാൻ എവിടെ എത്തി? ഇവിടെ എത്തി ടീച്ചറെ. ഇവിടെ എത്തി. ഓക്കെ. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. എന്നുവെച്ചാല് സംഗതി ഇല്ലേ, നമ്മൾ ഇന്നലെ എടുത്ത പാഠത്തില് കളികൾ എന്നുള്ളത് ഇതില്ല. അപ്പോൾ സംഘത്തിൽ അധികം. അപ്പൊ അത് ലളിതമായി എന്ന് വെച്ചാൽ അത് അവർക്ക് മനസ്സിലായി. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അത് ഒറ്റ തോട്ടത്തിൽ, ആ കളി കണ്ടപ്പോ ഒറ്റ തോട്ടത്തില് അത് മനസ്സിലായി എന്നാണ് പറയുന്നത്. അടുത്തെന്ന് അറിയാലോ. പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. എന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമല്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. സംഗതി നമുക്ക് ആദ്യം ഒറ്റ നോട്ടത്തില് തോന്നാന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കളിയില്ലേ, കളിയുമായിരുന്നുള്ളും സംഗതി തള്ളി അധികമാണ്. തള്ളുപ്പുമല്ല, അത്ര എളുപ്പമല്ല ഈ കളി. പക്ഷെ ആദ്യം ഒറ്റ നോട്ടത്തിൽ അവർ കണ്ടപ്പോ എന്താ വിചാരിച്ചേ? അത് നല്ല ഈസിയാണ് കളി അല്ല അങ്ങനെ ചോദിച്ചാ. അപ്പൊ അങ്ങനെയാന്ന് വിചാരിച്ചത്. പിന്നെ അവർക്ക് മനസ്സിലായി അതൊക്കെ ഈസിയല്ലേ. പൊട്ടന്മാരല്ലേ ഇതെല്ലാം കഥ ഉണ്ടാക്കി ആരെ പറയണം. ഇറക്കി എടുക്ക. TV വരുന്നെനിക്ക്. എന്തൊക്കെയോ കഴിഞ്ഞില്ല മക്കളെ, ഇരിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇവിടെ ഇരുന്ന് ചെയ്യാന്നല്ലേ. അയ്യോ ഞാനും വയ്യ. അമ്മച്ചിന്ന് വിളിച്ചോട്ടാ, വയസ്സൊക്കെ ആയി. തലയിലൊക്കെ വെച്ച് അടക്കാം. എളുപ്പമില്ലെന്ന് തള്ളില്ല. മന്ത്രത്തിന്റെ ഉദരം ഐശ്വര്യമേറിയതും ഇരുട്ടു നിറഞ്ഞു. എന്നുവെച്ചാല് കളിക്കുമ്പോ തന്നെ ഇരുട്ടായിന്ന് പറയും. സംഗതി അത്ര എളുപ്പമല്ലാന്ന് പറഞ്ഞതിന്റെ ശേഷം അപ്പോൾ തന്നെ ഇരുട്ടു ആകാനായി.
ഇരുട്ടാകാനായി എന്നാ പറയുന്ന. അപ്പോൾ അവർ കളി നിർത്താണ്ട് കൂട്ടുകാരോട് പറഞ്ഞു. അവര് പറയാ, മതി നമുക്ക് കളി നിർത്താം. കളി നിർത്താന്നാ പറയുന്നവര്. കളി നിർത്താൻ അവര് പറയുന്നത്. അവര് കളിച്ച് ക്ഷീണിച്ചു. അപ്പൊ വഴിയില്ല. അങ്ങനത്തെ അവളിപ്പോ ഈ മിസ്സൊക്കെ ഇതങ്ങനെ ഇപ്പൊ തലകറങ്ങി ഞാൻ വീണിട്ടില്ല മക്കളെ. ഏവിപ്പ് വർഗീസ് അവിടെ ഇരിക്കാൻ വീണിട്ടില്ല. അങ്ങനെ അഭിനയിച്ച ഇങ്ങനെ ഒറ്റ നാട്ടിൽ വീഴാൻ വെച്ചു. അപ്പൊ തീരെ കഴിയത്തില്ലാതെ അങ്ങനെ ആയപ്പോ അതുകൊണ്ട് പറഞ്ഞു, മതി നമുക്ക് കളി നിർത്തി. കളിക്കുന്നില്ല അതാ അവര് ഉദ്ദേശിക്കുന്നത് കേട്ടാ. കേട്ടാ. ഇതാണ് ടോമോ സ്കൂളിലെ രീതികളില്ലേ. പിന്നെ ഈ ടോമോ എന്ന് പറയുന്നത് ഈ ഒരു സ്കൂളിലെ രീതികളാണ് ഇപ്പൊ ഇവര് പറയുന്നത്. പാഠം കഴിഞ്ഞല്ലേ നമ്മളെ? ഓ കൊറേ ഉണ്ടല്ലേ. ശരിക്കൊന്നും വയ്യ മക്കളെ. ആ പിങ്കി പീക്കി വാ. അല്ല പിങ്കി പീപ്പി എന്താണ്? പിങ്കി പീക്കിയാ? പിങ്കി പീപ്പി. ബാ ഇവിടെ നിന്ന് ഇത് വായിച്ചു കൊടുക്ക്. എവിടെയാന്ന് എത്തിയ തീരെ വയ്യ. അമ്മച്ചിനെ പോലെ അയച്ചു കൊടുക്കും മോളെ. വായിച്ചു. മോളുടെ ഇഷ്ടമുണ്ടോ? എന്നാ വായിച്ചു. പോലുള്ള അറിയില്ലേ? അറിയാലേ. ഏത് വർക്കീസ് എത്ര പേര് എടുക്കുന്നുണ്ട്? അച്ഛനെ ഞാൻ കേട്ടിട്ടാ. നീ എന്ത് സന്തോഷത്തില്? അച്ഛൻ എന്താ നാളെ മിഠായിക്ക് കണ്ടായിരുന്നു. നിന്റെ അച്ഛൻ നാട്ടിലല്ലേ? ദുബായിലാ? ഓ അങ്ങനെ പറഞ്ഞല്ലേ. എന്നാ പറയണ്ടി. അപ്പാപ്പ നിനക്ക് വിളിച്ച് തീരെ കഴിയുന്നില്ല. ഞാൻ കുറച്ച് പറഞ്ഞട്ടെ. ആ ടീച്ചറെ എന്താണ് ഒന്നും അറിയുന്നില്ല വിചാരിച്ചു. എല്ലാം അറിഞ്ഞട്ടാ. അല്ല നമ്മള് ഇന്നലെ കണ്ട സ്വാതന്ത്ര്യത്തില്ലേ, അതിന്റെ കഥ പറയണ്ടേ? എന്നാ ബസ് പോകാൻ പറയാം. ശരി. ഇന്നലെ കണ്ട പച്ച സീരിയല്ലേ, ആ സീരിയലിന്റെ കഥ പറയണ്ടേ? എന്തായിരുന്നു? ചിന്തകളും രാമനും കൂടി കടന്നു പോന്നെ. അപ്പൊ അതിനുള്ള ആ പെണ്ണില്ലേ ഇന്നാ മരിക്കുന്ന ദിവസം. ഇന്നലെ അതിന്റെ കുറച്ചുകൂടി ഉണ്ടായിരിക്കണം. അതങ്ങ് പോയി. അപ്പത്തെ കറണ്ടും പോയി. മഴയുന്നുണ്ട്. എന്താ അതിന്റെ ബാക്കി തന്നെ. എന്റെ വീട്ടിലേക്ക് നമുക്ക് കാണാം. എന്റെ വീട്ടിലേക്ക് തന്നെ ഇന്നെന്തായാലും എനിക്ക് റെസ്റ്റ് എടുത്താൽ ഇന്ന് രാത്രി കരണ്ടൊന്നും പോകത്തില്ലാതെ അതൊന്നും പോകത്തില്ല. ഒരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങോട്ടേക്ക് മോള് ഇവിടെ നിന്ന് വായിച്ചോട്ടെ. ഇപ്പൊ അവിടെ അയ്യോ കരണ്ട് പോയി മക്കളെ. പഠിക്കണ്ട. കരണ്ട് ഞാനല്ലേ ടോർച്ച് വെക്ക. എന്റെ മൊബൈൽ എവിടെ? കിട്ടി മൊബൈലും കിട്ടിയില്ല. ഇവിടെ ഇങ്ങനെ വെച്ചാൽ കേട്ടാ. അപ്പൊ നമുക്ക് പാടത്തിലോട്ട് കിടക്കല്ലേ. മോളെവിടെ? അവിടെ ഉണ്ടാ. അപ്പൊ മൊബൈൽ പിന്നെ വായിക്കാം. കരണ്ട് അങ്ങ് പോയി. അതൊക്കെ ഇപ്പം വരും. ടോർച്ച് ഓഫ് ആക്കട്ടെ. അയ്യോ ഫോണെവിടെ? അയ്യോ ടോർച്ച് ഇപ്പൊ കരണ്ട് പോയി. ഞാൻ പോയിട്ട് പറയട്ടെ. രാജേഷേ ലൈറ്റ് ഉണക്കടാ. ഉണക്ക്. കരണ്ട് വന്നില്ലേ? പിന്നെ പറ. നീ പോയാ? പോയി. വായിക്ക. ഒന്നും കേൾക്കുന്നില്ല. അവിടെ പോയില്ല. ഞാൻ തന്നെ AVP വർഗീസിനെ നമ്മൾ പറയുന്നതാണ്. ഇന്റെ പേരാണ്. മറന്നുണ്ട്. AVP സ്വാതന്ത്ര്യത്തിൽ ഇതില് പറഞ്ഞ പിന്നെ അതേ ഓർമ്മ വരും. പഠിപ്പിക്കാനൊന്നും കഴിയില്ല മക്കളെ. ഇങ്ങോട്ട് വന്നേ. ഫ്രീ പീരീഡ് അല്ലേ? നിന്റെ അച്ഛൻ വന്നു പറയാലോ. കാലത്ത് പറഞ്ഞ വെറുതെ ക്ലാസ് ഇറങ്ങി നടക്കല്ലേ. എന്റെ കാലിന് എന്ത് പറ്റിയടാ? മുറിവാടാ? നന്നായി പറിച്ചിക്കോടെ. എനിക്ക് പോയിപ്പോ ടീച്ചർ അവൾ ഒരേ കളറാണ്. നിന്റെ ഷാള് എന്റെ ഇത് സാരി. ശരി. കാലം കൊണ്ടാണ് അവന്റെ കാല് മുറിവൊക്കെ. എന്തൊരു മുറിവല്ലേ. എന്നാ പിന്നെ കാണാം. സീരിയലിനെ പറ്റി കുറച്ച്
അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരാൻ പോകുന്നത് ബെല്ലടിച്ചില്ലേ പിന്നെ എടുക്കാം. പിന്നെയല്ലേ നമുക്ക് പാഠം എടുക്കാം. നാളത്തേക്ക് ഫുള്ള് ഇതാക്കി വെക്കണം. പാഠം കഴിയാനായി തോന്നില്ല, ഏകദേശം കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് പിന്നെ ഇതൊക്കെ പോട്ടെ ചേറ്റ എടാ നിന്റെ ഇത് അടിയിന്ന് അല്ല നിന്റെ തലക്കെന്താണ് പറ്റിയേ? ടീച്ചർ ഇപ്പൊ സോഷ്യൽ സയൻസ് അല്ല മാത്സ് പീരീഡാ. എനിക്കറിയാം ഇന്ന് മാത്സിന്റെ മാഷിന്റെ ആബ്സെന്റാ, അതുകൊണ്ട് ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആറാമത്തെ പീരീഡ് പി ടി അല്ലേ? ആറാമത്തെ പീരീഡ് ഞാൻ തന്നെയാട്ടോ വരാ. ടീച്ചർ ആറാമത്തെ പീരീഡോ? ടീച്ചറെ ഇന്നലെയും എല്ലാം ഒക്കെ പീട്ടിക്ക് മഴയായിരുന്നു. പക്ഷെ ഇന്നെങ്കിലും ഒന്ന് പോട്ടെ, ഇന്ന് മഴയില്ലല്ലോ. പ്ലീസ് മിസ്റ്റർ പ്ലീസ് 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 പീട്ടിക്ക് നിങ്ങൾ പോണ്ട. പഠിത്തമാണ് വലുത് കേട്ടല്ലോ. പീട്ടിക്കും ഇല്ല. പിന്നെ ഇന്ന് ഏതെങ്കിലും രണ്ട് പീരീഡ് മാത്സ് ഇല്ലേ? ഇന്നും ഈ ഒരു മാത്സ് പീരീഡും അടുത്ത മാത്സ് പീരീഡ്. അപ്പൊ ഇന്ന് മൂന്ന് പീരീഡ് ഞാൻ ഉണ്ടാവും കേട്ടോ. ബാക്കി 2 പീരീഡും കൂടി ഞാൻ ഉണ്ട് കേട്ടോ. ഇനി പോർഷൻസ് കംപ്ലീറ്റ് ആക്കണ്ടേ? അതാരും കംപ്ലീറ്റ് ആക്കി നിങ്ങൾ കംപ്ലീറ്റ് നോക്കും. പഠിത്താണ് നമ്മളെ വലുത് കേട്ടോ. അതാദ്യം യൂസ് ചെയ്യണം. അത് മേടിക്ക് പാടെ വീട്ടിൽ എക്സാമിന് വരാൻ പോന്ന കുറേ ലാംഗ്വേജസ് എല്ലാം പഠിക്കാനുണ്ട്. നമുക്ക് എടുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല. പി ടി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. കളിയിനെക്കാട്ടും വലുത് പഠിത്താണ്. പഠിച്ചാൽ നിങ്ങൾ വലിയ ആളാകുമ്പോ നിങ്ങൾക്ക് കുറെ കളിക്കാലോ. വീട്ടിൽ നിന്നൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഇവിടുത്തെ ഇതാ അനുപമേന്റെ വീട്ടിന്റെ അടുത്തല്ലേ ശ്രീലക്ഷ്മി. പിന്നെന്താ പ്രശ്നം? അങ്ങനെ അടുത്തടുത്ത ആൾക്ക് അങ്ങനെ നമ്മള് ഫ്രണ്ട്സ്, ഇവിടെയുള്ള ഫ്രണ്ട്സ് അങ്ങനെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത വീട്ടില് പരിചയമുള്ള അങ്ങനെ വീടെടുത്തപ്പോ പുതിയ താമസക്കാർ വന്നു അവർക്ക് കളിക്കാം. 24 മണിക്കൂറും ഫ്രണ്ട്സ് വെച്ചാൽ എങ്ങനെ എല്ലാം പിന്നെ എടുക്ക് പാടം. പാടം എടുത്താട്ടൊന്ന് പഠിക്കണോ? എടുക്ക് പാടം എടുക്ക്. ഇന്ന് പഠിക്കാം. കൊറേ പോർഷൻസ് എല്ലാടിയും പോർഷൻസ് തീർത്ത് നിങ്ങളെടുക്ക് മാത്രമേ ഉള്ളൂ. എല്ലാരും അവളെ പാടം അങ്ങോട്ട് എടുത്ത പാടം എന്തായിരുന്നു? നിങ്ങൾ ആരും മിണ്ടാത്ത മിണ്ടേ പിങ്കി മാത്രമുള്ള മിണ്ടുന്നേ. എടുക്ക് ഒന്നിനു പാടാം. ഫുഡ് ആൻഡ് വുമൺ. ഫുഡ് ആൻഡ് വുമൺ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്ന ഫുഡ്, ഭക്ഷണവും പിന്നെ വലിയ ആൾക്കാരും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എത്തി. എത്തല ഫയർ ആൻഡ് ഫുഡ്. ഫയറും ഫുഡും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇതിന്റെ അടുത്തുള്ളത്? ഫയർ എന്ന് വെച്ചാൽ തീകൾ ഉണ്ടാവില്ലേ, ഇങ്ങനെ തീ, അതിനാണ് ഫയർ എന്ന് പറയാം. ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷിക്കുന്ന സംഭവത്തിനാണ് ഫുഡ് എന്ന് പറയാം. അപ്പൊ എല്ലാം ലിസൺ എന്തെങ്കിലും ഗ്രൗണ്ടിലോട്ടേക്ക് നോക്കിയിരിക്കുന്നേ, അവിടെ എന്താ അവര് കളിക്കട്ടെ, നിങ്ങൾ അപ്പം കളിക്കണ്ട. എന്താ കിട്ടുന്നത്? ഇന്നലെ അതിന്റെ ഇങ്ങനെ കുഞ്ചിട്ട് കളിക്കുന്നുണ്ടല്ലോ. അനുപമ വീണ കണ്ടില്ലല്ലോ. അന്നേരം സന്തോഷായില്ല എല്ലാവർക്കും. ഞങ്ങളെ ടീച്ചേഴ്സ് വഴക്ക് പറയാം. അവര് വരെ കേട്ടോ. ഇത് വീട്ടിക്കും പോണ്ട കൂട്ടിക്കും പോണ്ട. അവര് കളിക്കുന്ന നോക്കണ്ട. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ അനുപമ, നോക്കി ഇങ്ങോട്ട്. ഓക്കെ എല്ലാരും നോക്ക്. Did the early humans cook the food items they had? എന്നുവെച്ചാല് ഡിഡ് അവര് എന്ത് ചെയ്തു? ഏർലി എന്ന് പറഞ്ഞാൽ എന്താ? ഏർലി വെച്ചാൽ ഏർലി മോർണിംഗ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ? രാവിലെ തന്നെ ഹ്യൂമൻസ് ഇല്ലേ കുക്ക് ചെയ്ത്, എന്താ പറയാ, കുക്ക് ദ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് എന്താ? അപ്പൊ ഇങ്ങനെ അവര് ഉണ്ടാക്കി നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ നല്ല ബിരിയാണി, ചിക്കൻ, ഇങ്ങനത്തെ ഒക്കെ ഇല്ലേ. ഇവരൊക്കെ ഈ കാട്ടില് ജീവിക്കുന്ന അവരൊക്കെ എന്താ ഇതാക്കുക, എന്താ കഴിക്കുക? ഇതാ ഈ പാടാണ് ഇതിന്റെ രീതി നമ്പർ മറന്നില്ല. 28 ഇതാ. അപ്പൊ ഇതാന്ന് നമ്മളെ പാടം. ഇത് വരാത്തവർക്ക് കാണിച്ചു തരാം. ഇതാ നമ്മളെ പാടം, ഫുഡ് ആൻഡ് ഹ്യൂമൻസ്. ഇതാ ഈ പാടം. കാരണം ഇവരൊക്കെ എന്താ ഭക്ഷിക്കുന്നത്? ഇത് ഇവിടെ തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാ ഇവരൊക്കെ എന്താ പറയാ, ഈ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞ പച്ച കഴിക്കാണ്. ഇവർക്ക് ചൂടാക്കാറൊന്നും അറിയില്ല. ഇതാ കണ്ടാ, ഇവിടെ കണ്ട ചിത്രം കണ്ട, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കുക്ക് ദ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ തന്നെ അതന്നെ കറക്റ്റ്. ഫുഡ് ഐറ്റംസ് പറഞ്ഞാല് അവളിങ്ങനെ ഭക്ഷിക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. വെറൈറ്റി ഫുഡ് ഉണ്ട് അവളെ എടുക്ക. ഡോണറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, അങ്ങനെയൊക്കെ ഇല്ല. അതിനാണ് ഫുഡ് ഐറ്റംസ് പറയാം. അവരെടുക്കാം മീന്, ചിക്കൻ, അതൊക്കെ പച്ചറച്ചൊക്കെ അവര് കഴിക്കാം. ഐറ്റംസ് they had observed through
ഹഡിങ് ആൻഡ് അതർ മീൻസ് എന്ന് വെച്ചാല് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ല, അതിനൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഗ്രൗണ്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നേ? ഒന്നുമില്ല ടീച്ചർ. അനുപമ, ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എല്ലാം അകത്തില്ല. പി ടി എന്ന് പറയുന്നതല്ല പറഞ്ഞ, പി ടി അല്ല എനിക്ക് വലുത്, കളിനെക്കാട്ടും വലിയ പഠിത്താണ്, പഠിച്ച് വലിയ ആളാകും. അതിനുള്ള ഇത് കുറ്റം. ആ എന്നിട്ട് അവരെന്താ പറയുന്നത്? ത്രൂ മീൻസ് നമ്മൾ അവിടെ അങ്ങനെ പറയാം. ഹോംവർക്ക് ഉണ്ടാ? ആ ഹോംവർക്ക് ഹോംവർക്ക് ചെയ്യാത്തവര് അത് ഇന്ന് നോക്കാം. അത് ഇത് എടുക്കെടുക്ക്. ഹോംവർക്ക് ചെയ്യാത്തവരെ എണീറ്റേ. ആരുമില്ലേ? ഞാൻ വന്ന് നോക്കുമ്പോ കണ്ടോ നിങ്ങളെ അനുപമ. എത്ര പ്രാവശ്യം തലോട് പറയണോ? ഒരു കഷ്ടം ഇത്. ഓനങ്ങാണ്ട് കേക്ക്. When was I sitting? ഹോംവർക്ക് ചെയ്യാത്തവര് ആരുമില്ല? എനിക്ക് സത്യമായിട്ട് എനിക്ക് കള്ളക്കളി കളിക്കുന്നത്. ഞാൻ വന്ന് നോക്കിയാൽ ഞാൻ ഹോംവർക്ക് കണ്ടായി. 1 2 3 4 5 5 വരുന്ന ചെയ്യാനെ ബോയ്സ് മാത്രമേ. ഓ നീയുണ്ടോ? പേടിച്ചു പോയി കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ അച്ഛൻ കേന്ന് കഴിച്ചു കൂട്ടി നിങ്ങളൊക്കെ. നീ പറ, ശ്രീകുമാർ പറ, എന്തായിരുന്നു നിങ്ങളുടെ വീട്ടിൽ പണി? കണ്ടില്ല പോടിച്ചോളെ നെഗറ്റിവില്ല, അത് കത്തിച്ച് പഠിച്ചൂടാ. എന്നാ ഒരു കാര്യം പറ്റേങ്ങളോട്, എന്നാല് സ്കൂള് വിട്ട് വന്ന പാടെ പഠിച്ചൂടെ? എഴുതിക്കൂടെ? കറണ്ട് ഇല്ലാതെ അറിയുന്നവർക്ക് എഴുതിക്കൂടെ? അതിന്റെ ബുദ്ധി പോലും നോക്കിയ ഇതാ പറഞ്ഞ പഠിത്താണ് വലുത്. പഠിത്തം ഇസ് ദ വെൽത്ത് ഓഫ് ദിസ് കൺട്രി. പഠിത്താണ് നമുക്ക് വലുത്. മറ്റെല്ലാത്തിനും കൂടുതൽ വിലയുള്ളതാണ് പഠിത്തം. എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്ന് അറിയാമോ ഈ പുസ്തകമൊക്കെ ഉണ്ടാക്കുന്ന? അത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് പഠിച്ച് വലിയ ആളാവണം. ഇപ്പൊ എത്ര ക്ലാസ് അറിയാവോ? 5ാം ക്ലാസ്. 5ാം ക്ലാസ് എത്തി. 5ാം ക്ലാസ് തന്നെ പഠനം തുടങ്ങാം. അതൊരു കാര്യമാണ്. അടുത്ത വീഡിയോ എടുക്കല്ലാറ്. In early times they ate food raw എന്തുണ്ട്? As they did not know the use of fire. എന്ന് വെച്ചാല് അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ. അവർ സാധാരണ ഈ പച്ച ഇതൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കുന്ന കണ്ടില്ല അവിടെ? ഇതൊക്കെ പച്ച ഇറച്ചിയൊക്കെയാണ് ഇവര് കഴിക്കാറില്ല. പച്ച ഇറച്ചിയാണ് കഴിക്കാറുള്ളത്. കാണാത്തവര് കണ്ടുകൊണ്ടോ? ഇവരൊക്കെ പച്ച ഇറച്ചി കഴിച്ചിട്ടാണ് ഇവരിതാത് കണ്ടോ? പച്ച ഇറച്ചി കഴിക്കുമ്പോ ടേസ്റ്റേ ഉണ്ടാവില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെ ഇതാവുന്നുണ്ട് കേട്ടോ. സൗന്ദര്യാണ് ടീച്ചറിന്റെ ക്ലാസ് ആയിരിക്കും വരുന്നുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് റൂട്ടീസെല്ലാം ചോദിക്കാട്ടോ. പിന്നെ അത് മാത്രല്ല, ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ഒരു മേക്കപ്പ് ഒരു ലിപ്സ്റ്റിക് കൊണ്ടുവരാന്ന്. അതും കൂടെ ഇടിക്കാ പിന്നെ വെയിറ്റില്ല. ഇപ്പൊ തന്നെ വിളിച്ചാണ്, എനിക്ക് തെറ്റില്ല. ഗുഡ് മോർണിംഗ്. ടീച്ചറെ കാണാൻ നല്ല അടിപൊളി നല്ല സുന്ദരിയ ടീച്ചർ. ഓ താങ്ക് യു. നല്ല സാരി കേട്ടോ. ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മേക്കപ്പൊന്നും ചെയ്യാറില്ല. ആക്ച്വലി ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്. എന്താ മോളെ ചോദിച്ചാൽ ആദ്യം ലിപ്സ്റ്റിക്? ഓ മോളെ അത് ഞാൻ മറന്നു പോയിട്ട്. രാവിലെ മേക്കപ്പ് എടുക്കണോ വിചാരിച്ചിട്ട് അത് മറന്നു പോയി. പെട്ടെന്ന് വരുന്ന സമയത്ത് ചേട്ടായും കൂടെ ഒന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പിന്നെ കൊണ്ടുവരാം കേട്ടോ മോളെ, പിന്നെ കൊണ്ടുവരാ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. അപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുക്കുക. അപ്പൊ ഇംഗ്ലീഷിലെ നമ്മൾ അടുത്ത പാഠെന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിനെ പറ്റി. അടുത്ത പാഠെന്ന് പറയുന്നത് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അടുത്ത പാടല്ല. അടുത്ത ഇതാ ഈ ഭാഗം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളിങ്ങനെ ചുണ്ടത്തിടുന്നത് ടീച്ചർക്ക് ഇട്ടാണ്ടോ? ടീച്ചർ ലൈറ്റ് ആയിട്ടാണ് ഇട്ടത്. നാളെ ഞാൻ കട്ടിട്ടോ. പിന്നെ എന്റെ കുറച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെ ഒന്ന് ഞാൻ ലിപ്സ്റ്റിക്സ് ഒന്ന് കാണിക്കാം.
ഓക്കെ. ഓക്കെ. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ട് നല്ല ക്യൂട്ട്, മറ്റേ ചൈനീസിലൊക്കെ കാണുന്നത് എന്തോ രസം. ഈ ബേബീസ് ഇങ്ങനെ ക്യൂട്ടായി ലിപ്സ്റ്റിക് ഇടുന്നത് എന്തോ ക്യൂട്ട് എന്ന് പറയുമ്പോ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഉദ്ദേശിച്ചത് എന്തോ നല്ല ക്യൂട്ടായിട്ട് വരുന്നതാണ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പല പേർക്ക് പല ആർക്കും ഉണ്ടാകുന്നതായിരിക്കും ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ലിപ്സ്റ്റിക് ഇടുമ്പോ എന്താണെന്നില്ല ഭയങ്കര ഒരു എന്താ പറയുക ഒരു ക്യൂട്ട്നെസ് പോലെ അല്ലെ. ഇത് ഭയങ്കര ഇഷ്ടം ലിപ്സ്റ്റിക്. ഈ ക്ലാസ്സിൽ ലിപ്സ്റ്റിക് ഇടുന്നവരൊക്കെ എണീറ്റേ. ഓ, ഇത്ര ആളുണ്ടോ ഈ ക്ലാസ്സിലും കൂടെ? എത്ര? 20 ആളല്ലേ? ഒന്റെ അമ്മ, എത്ര ആളുണ്ടോ? ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നല്ല കാര്യമായിരുന്നു. കാരണം ലിപ്സ്റ്റിക് ഇടുന്ന എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ലിപ്സ്റ്റിക് ഇടാത്ത രണ്ടുപേരുണ്ടല്ലോ, എനിക്ക് ഇനി ലിപ്സ്റ്റിക് ഇടാത്തവര് ഇതാക്കി. എന്റെ അമ്മോ, ബോയ്സ് പിന്നെ ഇടില്ല. എന്താ ലിപ്സ്റ്റിക് ഇടാത്തെ? മൈമ എന്താ ലിപ്സ്റ്റിക് ഇടാത്തെ? ടീച്ചറെ എന്നെ വിടത്തില്ല ലിപ്സ്റ്റിക് ഇടാൻ. അതാ വിടത്തില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. വിടത്തില്ല അതൊന്നും പറയാൻ പറ്റില്ല. ലിപ്സ്റ്റിക് ഇടണം. വിടത്തില്ലാത്ത ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യത്തിനിടുന്നതാണ്, അല്ലാണ്ട് വെറുതെ തേച്ച് വെച്ചിരുന്നില്ല. നമ്മുടെ ചുണ്ടൊക്കെ ക്യൂട്ട്. ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ചൂടത്തൊക്കെ ഇങ്ങനെ പൊട്ടുന്നവരുണ്ട്. അങ്ങനെ ആവുന്നവർക്കൊക്കെ നല്ല. അത് നിന്റെ ചുണ്ടന്നെ ഇപ്പൊ പൊട്ടി തിളക്കുക, കറിവേപ്പില പൊട്ടിക്ക് തരത്തിക്ക് പോലെ. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടണം. നിന്റെ മമ്മനോട് പറയാം കേട്ടോ. വീടും പിന്നെ നീ എന്ന് പറഞ്ഞാലേ ശരി, വാങ്ങിച്ചേരം പറയണം കേട്ടോ. വായിച്ചിട്ട് എന്നാ നേരെ ഇതാക്കാൻ വേണം. ഞാൻ എന്റെ മൂക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ എന്റെ മോക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്റെ മോള് ഇടും. എന്താന്നറിയാമോ, എന്റെ മോള് ഫോട്ടോ ഞാൻ കാണിച്ചില്ല. ഫോൺ കൊടുക്കാൻ പോകും സ്റ്റാഫ് റൂമിലിട്ട്. എനിക്ക് എടുക്കുന്ന വേണ്ട ആദ്യം. നല്ല ക്യൂട്ടായിട്ടില്ലേ മക്കളെ? ഇനി മറ്റേ പറ എന്താ എന്നെ ഈ ക്ലാസ്സിലെ എല്ലാ ഗേൾസും ഇടണം. നീ മാത്രം ഇടാൻ. നിങ്ങൾ രണ്ടുപേരും വിടാൻ വിടുവോ? വിടും ടീച്ചറെ. മറ്റേ ഇന്ന വിടില്ലല്ലോ. ഇല്ല, അല്ല വിടും. പിന്നെ ഇടുന്നേ ഇഷ്ടമില്ല. അതെന്ത് സ്വഭാവം? ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നല്ലതാണ്. ഈ ചുണ്ടിലൊക്കെ ഇടണം. മേക്കപ്പ് ഐറ്റംസ് പൗഡർ പോലും ഇടമില്ല. പറ്റില്ല. ഞാൻ ലൈറ്റ് വായിച്ചിട്ടുണ്ടോ ചെറുതായിട്ട് കയ്യൊക്കെ ഒന്ന് കേറുമ്പോ പെട്ടെന്ന് പോയിപ്പോ വരാം. ഞാൻ കുറച്ചായിട്ട് ലിപ്സ്റ്റിക് കേട്ടാ. മമ്മിനോട് പറയാം. മമ്മിയാ മമ്മ മൂമ്മ എന്തൊക്കെയാട്ടെ അമ്മനോട് പറയണം കേട്ടോ. അല്ലെ ഉമ്മയോട് പറയണം കേട്ടോ. ഇടാണ്ടിക്കരുത്. എന്താ ഇട്ടേ പറ്റൂ. ഇടാൻ വെച്ചാൽ നമ്മള് ചുണ്ട നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം ഇടുന്നത് കേട്ടോ. ഇട്ടണേ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ വന്നത് മേക്കപ്പിനെ പറ്റി അല്ലേ. എത്ര പേര് ഇന്ന് ലിപ്സ്റ്റിക് ഉണ്ട്? കുറെ പേരുണ്ട്. എല്ലാവരും ഇട്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മള് പാത്രത്തിലോട്ടേക്ക് എടുക്കാം. അടുത്ത മേക്കപ്പ്. ലിപ്സ്റ്റിക് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് പ്രോഗ്രാം ഇൻ ലിപ്സ്റ്റിക് നല്ല ഒരു ഇതാണെന്ന് പറയുന്നത്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാല് നല്ല ഒരു ഇതാണെന്ന് പറയുന്നത്. എനിക്ക് ഈ ലിപ്സ്റ്റിക് ഒക്കെ എന്താ രസം അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ലിപ്സ്റ്റിക്കിലേക്ക് വരുന്നത് കാണിക്കുന്നേ. അടിക്കേ എന്താ ഇവിടെ കളിക്കുന്നേ? അടിക്കാണോ? ഓക്കെ, അവനും കളിക്കുന്നേ. ഇവിടെ ലിപ്സ്റ്റിക് ഇടണ്ട. ഇടുവേ ബോയ്സായിട്ട് ഇടുന്ന ബോയ്സ് ഇടുവോ? ഇടുന്നോ അല്ല അടക്കി. ബെല്ലടിച്ച മേക്കപ്പിന്റെ കാര്യം പറഞ്ഞ് മാർക്കും. നീ സൗണ്ട് കിട്ടില്ല. ഇതിൽ കണ്ണും ചെയ്തിട്ട നല്ല ആള് കിട്ടില്ല. ഹെയർ സ്റ്റൈല് കുറച്ചാള് മാറ്റിക്കോട്ടോ. കളിക്കുന്നേ. സീറ്റ് പോയി ക്ലാസ് ലീഡർ മൈൻഡ് ചെയ്യാ. അടുത്ത ടീച്ചർ വരുന്നവരെ